പ്രദോഷത്തിനാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പ്രാധാന്യം. അപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് പിന്നീട് ഉത്സവമൊക്കെ നടത്താമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉത്സവത്തിനിടയ്ക്ക് പ്രദോഷം വന്നാൽ പ്രദോഷ ശിവേലി വേണം നടത്താൻ. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാഴ്ച ശ്രീബലി നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ഒരു തിരുമേനി, ഒരു നമ്പൂതിരി പറഞ്ഞത്, ഈ കുംഭമാസത്തിലെ തിരുവാതിര ദിവസം ആറാട്ടായിട്ട് 10 ദിവസത്തെ ഉത്സവം നടത്തിയാൽ അടുത്ത 1000 വർഷത്തിൽ ഉത്സവം നടക്കുന്ന 10 ദിവസത്തിനിടയ്ക്ക് പ്രദോഷം വരില്ല എന്ന് അദ്ദേഹം ഗണിച്ച് അദ്ദേഹം അപ്പം പറയുകയാണ് ചെയ്തത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദോഷം വന്നു കഴിഞ്ഞാൽ, കാരണം ഓരോ 15 ദിവസം കൂടുമ്പോഴും പ്രദോഷം വരും. അപ്പോൾ കാരണം പകുതിയാണല്ലോ. അപ്പോൾ എന്താണ്, പ്രദോഷം നടത്തേണ്ടി വരും, ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ മുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കമ്പ്യൂട്ടറും ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ എത്ര കൃത്യമായിട്ട് ഗണിച്ച് പറഞ്ഞു അല്ലേ. ആ ജ്യോതിശാസ്ത്രത്തിനെയും അത് ഗണിച്ച പണ്ഡിതന്മാരെയൊന്നും നമുക്ക് നമിക്കാതെ വയ്യ. അപ്പം അതുകൊണ്ട് 1000 വർഷത്തേക്ക് ഏറ്റുമാനൂർ ഉത്സവത്തിനിടയ്ക്ക് പ്രദോഷം വരില്ല എന്നാണ്.